അപ്പൊ ചേട്ടന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെ ഇത് കിട്ടിയാന്റെ? കഴിഞ്ഞ ആഴ്ച കൂടെ വീഡിയോക്കകത്തുണ്ടായിരുന്നല്ലോ പെണ്ണിനെ കയറി പിടിച്ചതിന്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഞാൻ പുള്ളിക്കാരന് 15 വർഷം മുമ്പ് കണ്ടതാ. അന്ന് ഇവിടെ CB സർക്കാർ മാജിക്കാരനായിരുന്നു. ഒരുത്തനെ ഉടായ്പനെ കൊണ്ടുവന്ന് ചേട്ടൻ വീഡിയോ ഏൽപ്പിച്ചിട്ട് ആ വീഡിയോ ഞാൻ ഇപ്പോഴും ഞാൻ കാണിക്കട്ടെ ജനങ്ങളുടെ മുമ്പിൽ. ഏത് ചങ്ങാകുളത്തിനൊന്നും അറിയാത്ത ഉടായ്പ കാണിക്കല്ലേ? ചേട്ടൻ ഉടായ്പ കുറെ നാളായിട്ട് ഞാൻ കാണുന്നതാ. ഈ വിവരം കെട്ടവനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. തിരുമൽ ചികിത്സയുടെ മറവിൽ സ്ത്രീയെ എപ്പിക്കാൻ ശ്രമിച്ച വൈദ്യൻ പിടിയിലായി. പുതന്തറയിൽ എൽ ചന്ദ്രബാബു എന്ന സകലേഷ് കുമാറാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത്. കണ്ണൂർ സ്വദേശിനിയാണ് ചികിത്സയുടെ മറവിൽ ഇയാൾ ലൈംഗികമറ്റത്. പ്രശ്നം കൊടുത്ത് ഞാനും നിങ്ങളൊക്കെ പെരുമാപ്പള്ളി മീഡിയ ആണോ? അല്ല. ഓക്കെ. ഇപ്പൊ ഇവിടെ കൈ ഇത്രേ പൊങ്ങത്തുള്ളായിരുന്നു. ഇനി പൊക്കുന്നത് കാണണോ? കൈ തത്താക്കട്ടെ, കൈങ്ങനെ പിടിച്ച് ഒന്ന് നേരെ പൊക്കി. ഈ കൈ പൊങ്ങില്ല, അത് അവിടെ കിടക്കുക. ചേട്ടാ കൈക്ക് എന്തോ പ്രശ്നം? ഹലോ, കൈക്ക് എന്തോ പ്രശ്നം? എന്തോ ബഗ്ഗിങ് വേദന എവിടെ പൊങ്ങത്തില്ല. വേദന വീട് സ്ഥലം എവിടാ? അപ്പുറത്ത് കൈക്ക് അതുപോലെ പൊങ്ങത്തില്ലായിരുന്നോ? ഇപ്പോഴത്തെ ഒറ്റ തിരുമലി പൊങ്ങിയതാണോ? ഇപ്പൊ ഒറ്റ തിരുമലി. ഇപ്പൊ ഈ മറ്റേ തിരുമി കഴിയുമ്പോ പൊങ്ങുന്നാ പറയുന്നേ. അത് കുറച്ചുകൂടെ പൊങ്ങത്തില്ല. തേച്ച് കഴിഞ്ഞാൽ പൊങ്ങും. തേച്ച് കഴിയുമ്പോ അങ്ങനെ അല്ല, എങ്ങനെ അനുഭവത്തിനാന്ന് പറഞ്ഞേ? ഒരു കുഴപ്പമില്ലാതെ പൊങ്ങുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെ ഇത് കിട്ടിയാന്റെ? കഴിഞ്ഞ ആഴ്ച കൂടെ വീഡിയോക്കകത്തുണ്ടായിരുന്നല്ലോ പെണ്ണിനെ കയറി പിടിച്ചതിന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഹിർണിയ മറ്റേത് മറിച്ചെന്നൊക്കെ പറയുന്നില്ലേ, അതിനുള്ള എന്ത് സർട്ടിഫിക്കേഷൻ ഉണ്ട്? അങ്ങനെ പറ്റത്തില്ല. ആളുകളുടെ ശരീരത്തിൽ കൊടുക്കുന്നതല്ലേ. അവർക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയാനാണെങ്കിൽ ചേട്ടാ അങ്ങനല്ല. ഇത് അങ്ങനെയല്ല. ഇത് മരുന്നാ. ഞാൻ ഉള്ളിൽ കൊടുക്കുന്ന മരുന്നല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? ആർക്കും കൊടുക്കാം. ഒരു സർട്ടിഫിക്കേഷൻ വേണ്ട. സ്വന്തമായിട്ട് സർട്ടിഫിക്കേഷൻ ഒന്നും വേണ്ട. അതിന് വേണ്ടതുണ്ട്. വേണ്ട. അല്ല, BA-MS ഡിപ്ലോമ ഉള്ള ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ എനിക്കും സർട്ടിഫിക്കറ്റ് എടുക്കാം. എടുത്തോ? എന്നിട്ട് എടുത്തോ? സർട്ടിഫിക്കേഷൻ ഉണ്ടോ? സർട്ടിഫിക്കറ്റ് ഇല്ല. ചേട്ടാ ഇവിടെ ചങ്ങംകുളങ്ങളിലുള്ള ഒരുത്തനെ ഉടായ്പനെ കൊണ്ടുവന്ന് ചേട്ടൻ വീഡിയോ ഏൽപ്പിച്ചിട്ട് ആ വീഡിയോ ഞാൻ ഇപ്പോഴും ഞാൻ കാണിക്കട്ടെ ജനങ്ങളുടെ മുമ്പിൽ. ഏത് ചങ്ങംകുളത്തിനൊന്നും അറിയാത്ത ഉടായ്പ കാണിക്കല്ലേ? ചേട്ടൻ ഉടായ്പ കുറെ നാളായിട്ട് ഞാൻ കാണുന്നത്. ആ വീഡിയോ ചെയ്തിട്ടുള്ളയാ കേട്ടോ. ഈ ഇടയ്ക്കൂടെ ഒരു പെണ്ണുമുള്ള കയറി പിടിച്ചാൽ അറസ്റ്റ് ആയിരുന്നോ? ഏതോ ഈ വിവരം കെട്ടവനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. മെഡിസിൻ പഠിക്കുന്ന ഒരു 5 വർഷം പഠിക്കുന്ന പൊട്ടന്മാര്. രാമചന്ദ്രൻ അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റത്തില്ല. ഇത്ര ആള് കൂടുന്നതാണ് ഇങ്ങനെയുള്ള പ്രോത്സാഹനം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്, ഒരു പെണ്ണുമുള്ള കയറി പിടിച്ചതിന് അറസ്റ്റ് ആയാനാ. ഈ ചേട്ടൻ ഈ കോൺഫിഡൻസിൽ ആളുകളുടെ ഇടയ്ക്ക് ഒന്ന് പറയാൻ പറ്റുമെങ്കിലേ ആ ധൈര്യം എനിക്ക് ഉള്ളതുകൊണ്ടാ. ധൈര്യം ഉണ്ട്, പറയാൻ മടിയില്ല. ഈ വിവരക്കേട് ഈ അമ്പലത്തിൽ വന്ന്, നോച്ചര അമ്പലത്തിൽ വന്ന് കുറെ വർഷങ്ങളായിട്ട് ചേട്ടൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പോയി നോക്കി നിൽക്കുന്ന ഇവർ ഏറ്റവും വലിയ പ്രോത്സാഹനം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ? നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് അൽത്താഫ് വ്ലോഗ്സ്. അൽത്താഫ് പൊതുവെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് ചെയ്തു പോവുകയല്ല. ഒരു സംഭവത്തെ കുറിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പം അതിന് ഒരു വശവും മറുവശവും കാണും. അപ്പം അതിൻ്റെ 2 ഭാഗത്തു നിന്നും വീഡിയോ എടുത്ത് അത് ജനങ്ങളിലോട്ട് എത്തിക്കുകയും അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു ചെയ്യുന്ന കണ്ടന്റിനെ കൂടുതലായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അൽത്താഫ് വ്ലോഗ്സ്. അപ്പം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെയും വീഡിയോസ് കാണാറുണ്ട്. അതിനോടൊപ്പം അൽത്താഫിൻ്റെ വീഡിയോസ് കാണാറുള്ളത് തന്നെയാണ്. എനിക്ക് അൽത്താഫ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്കൊക്കെ ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യുന്നത് കണ്ട് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇന്നിങ്ങനെ ഇൻസ്റ്റാഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അൽത്താഫിൻ്റെ ഒരു വീഡിയോ കാണുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഓച്ചിറ അമ്പലത്തിൻ്റെ അവിടെ ഒരു സിദ്ധൻ, കപടസിദ്ധ വൈദ്യൻ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരാൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു മൈക്കൊക്കെ വെച്ച് ഒരു കുഴമ്പ് പോലത്തെ തൈലങ്ങൾ ഒരാളുടെ ദേഹത്ത് തേച്ചിട്ട് കൈ പൊക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ കൈ പൊക്കാൻ വയ്യാത്ത ഒരാളുടെ കൈയെ ഈ കുഴമ്പ് തേച്ചതിന് ശേഷം പൊക്കാൻ പറ്റുകയാണ്. ഇപ്പുറത്തെ കൈ അതുപോലെ പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കൈയും ഇങ്ങനെ പൊക്കുന്നത് പോലെ ഈ കുഴമ്പ് തേച്ച് കഴിയുമ്പോൾ പൊക്കാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലൊക്കെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇത് കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ എല്ലാവർക്കും ഇപ്പം മുട്ടുവേദന, ശരീരവേദന, നടുവിന് വേദന ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പോയി അത് വാങ്ങിക്കും. ഒരുപാട് പേര്, ഒരു 100, 10, 50, 100 പേരോളം ചുറ്റും കൂടി നിൽപ്പുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇത് കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കുറച്ചും കൂടെ കഴിയുമ്പം ഒരാൾദൈവമായി വരാനും ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെയൊക്കെ കാണിച്ച് ഈ പുള്ളിക്ക് എന്തോ സിദ്ധി ഉണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ 10 പേര് ഇയാളെയൊക്കെ പോയി ആരാധിക്കാനും തുടങ്ങും.
അപ്പം ഈ അൽത്താഫ് വ്ലോഗ്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതുവഴി പോകുന്ന സമയത്താണ് ഇയാളെ കാണുന്നത്. ഇയാളെ കണ്ടതും അല്ലെങ്കിൽ പുള്ളിയുടെ പുള്ളിയെ അൽത്താഫ് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഒരു സ്ത്രീയെ ഇതുപോലെ ഒരു സ്ത്രീയെ ഇങ്ങനെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 24-ലൊക്കെ വലിയ വാർത്തയായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ കള്ള വൈദ്യൻ ഒരു സ്ത്രീയെ ഇങ്ങനെ മരുന്നൊക്കെ തൂക്കുന്ന രീതിയിൽ വിളിച്ചിട്ട് കയറി പിടിക്കുമായിരുന്നു. ആ ഒരു സമയത്തൊക്കെ വലിയ ആയതുകൊണ്ടും ഇയാൾ വീണ്ടും ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അൽത്താഫിന് പെട്ടെന്ന് തന്നെ ഇയാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. പക്ഷെ സാധാ ഒരു മനുഷ്യനെ പോലെ ജസ്റ്റ് കണ്ടു നിന്ന് അയാളല്ലേന്ന് വെച്ചിട്ട് പോയില്ല. അപ്പം നിങ്ങൾ മറ്റേ ആ സ്ത്രീയെ കയറി പിടിച്ച ആളല്ലേ ഇപ്പം എന്ന് പറഞ്ഞിട്ട് അയാളുടെ പബ്ലിക്കിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങളൊക്കെ ഇങ്ങനെ കാണാനുള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള ആൾക്കാർ വളർന്നു വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ജെന്യൂനായിട്ട് അവിടെ നിന്ന് പ്രതികരിക്കുന്നത് കണ്ടപ്പോഴത്തേനും ഇങ്ങനെ വേണം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് അൽത്താഫ് അവിടെ തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഒരു പ്രൗഡ് എനിക്കായിട്ടുണ്ട്. അപ്പം ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു എനിക്ക് അൽത്താഫിനോട് തോന്നിയിട്ടുള്ളത്. അപ്പം വളരെ നല്ലൊരു കാര്യമാണ് അൽത്താഫ് അവിടെ ചെയ്തിട്ടുള്ളത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും മാതൃകയാക്കേണ്ട ഒരാൾ തന്നെയാണ് അൽത്താഫ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതുപോലെയുള്ള കള്ളന്മാരെ കപട വൈദ്യന്മാരെ എല്ലാം പുറത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു ന്യൂസിനെ പറ്റി അല്ലെങ്കിൽ ഒരു സംഭവത്തെ പറ്റി റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതും കൂടെ നമ്മൾ ചെയ്യണം. ഇപ്പം രേണുസുധിയുടെ കാര്യത്തിലാണെങ്കിലും അവള് ചെയ്യേണ്ട ഒരു പരിധിക്കപ്പുറം കടന്ന് ഇപ്പം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ യൂട്യൂബിലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ദേവ് ഡീകോഡ്സ് അവൾക്കെതിരെ 2 കേസ് കൊടുക്കുകയുണ്ടായി. ഇതിപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്ത് ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഇപ്പം എന്നെ തന്നെ വെച്ചാലും നമ്മൾ ഈ റൂമിലിരുന്ന് നമ്മുടേതായ ഒപ്പീനിയൻ ഇങ്ങനെ പറയുക എന്നുള്ളതല്ലാതെ നമുക്ക് നമ്മുടേതായ ആ ഒരു കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ ദേവും അതുപോലെ തന്നെ ഈ അൽത്താഫ് അങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ ഒരു കണ്ടന്റ് എടുത്തു കഴിയുമ്പോഴത്തേനും ആ ഒരു കണ്ടന്റിൽ നമ്മളെ കൊണ്ട് അത് എങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ അത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യിക്കാം, നമ്മളെ കൊണ്ട് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. അപ്പം ആ ഒരു വീഡിയോ നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ആ ഒരു അമ്പലത്തിൽ ഓച്ചിറ അമ്പലത്തിൽ എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചതെന്ന് നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടല്ലോ. വീഡിയോയുടെ ആദ്യം തന്നെ ഞാനിത് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ പലയിടത്തും വെച്ച് ഇയാളെ നിങ്ങളും കണ്ടേക്കാം. അപ്പം നിങ്ങൾ ഈ അൽത്താഫിന്റെ വീഡിയോ ഓർക്കുക, അതുപോലെ തന്നെ പ്രതികരിക്കുക. അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താ തോന്നിയതെന്നുള്ള കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.